السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. ഏറ്റവും പ്രിയം നിറഞ്ഞ വിജ്ഞാന വിരുന്നിലെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം സമ്പത്തിലും കുടുംബത്തിലും മറ്റുമെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണേ എന്ന് നമ്മളോട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല ശിഫ നൽകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, സൂറത്തുൽ മസദാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സൂറത്തിന് സൂറത്തുൽ ലഹബ്, സൂറത്തു അബീ ലഹബ് എന്നും പേരുണ്ട്. ഈ അധ്യായം ഹിജ്റയുടെ മുമ്പ് ഇറങ്ങിയതാണ്. അതുകൊണ്ട് മക്കിയായ അധ്യായമാണ്. 5 ആയത്തുകൾ ഉൾക്കൊള്ളുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അത് അവതരിച്ച അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂലഹബിന്റെ പരാജയത്തെയും നാശത്തെയും വിവരിക്കുകയാണ്. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഗനിയുൻ നാബൽസി റളിയല്ലാഹു അൻഹു പറയാണ്, സൂറത്തുൽ മസദ്, അതായത് തബ്ബത് യദാ അബീ ലഹബിൻ വഹബ് തബ്ബ് എന്നുള്ള ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്ത് സ്വപ്നം കണ്ടാൽ, ആ സ്വപ്നം കണ്ട ആള് സാമ്പത്തികമായ ശേഷിയുള്ളവനാണെങ്കിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ അവന്റെ മുതലുകൾ ചെലവഴിക്കും എന്നാണ് അർത്ഥം. ഇനി സമ്പത്തില്ലാത്ത ഒരാളാണ് ഇത് സ്വപ്നം കണ്ടതെങ്കിൽ അവൻ പരദൂഷണ സ്വഭാവമുള്ളവനാണ് എന്നുമാണ് ഇതിന്റെ അർത്ഥം എന്ന് മഹാനവറുകൾ പറയാണ്. തഅ്തീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 159-ാമത്തെ പേജിലാണ് ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഈ സൂറത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വിഷമമുണ്ടാക്കുന്ന അവസരമുണ്ടായപ്പോഴാണ് അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നത്. നബിയോട് കുടുംബങ്ങളോട് പ്രബോധനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമ്പോൾ സൂറത്തു ശുഅറായിന്റെ 214-ാമത്തെ ആയത്തിൽ കാണാം, വൻവിർ അശീറതകൽ അഖറബീൻ. നബിയെ, നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെ താക്കീത് ചെയ്യുക എന്നൊരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ മലയുടെ മുകളിൽ കയറിയിട്ട് അടുത്ത കുടുംബങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകാൻ അയക്കപ്പെട്ട റസൂലാണ് എന്ന് പൊതുവായിട്ട് അവരോട് പറയുകയും ഓരോരുത്തരുടെ പേര് വിളിച്ച് പ്രത്യേകമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു കൊടുത്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ മുത്താപ്പയായ അബൂലഹബ് കൈകുടഞ്ഞ് എഴുന്നേറ്റുകയും എന്നിട്ട് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, അല്ലെങ്കിൽ തബ്ബല്ലക സായിറൽ അയ്യാം അലിഹാദാ ജമഅതനാ. എല്ലാ നാളുകളിലും നിനക്ക് നാശം. ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഈ സൂറത്ത് അങ്ങോട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد.
നമുക്കൊന്നു നോക്കാം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ ഇരുകരങ്ങളും നാശത്തിലാവട്ടെ. വതബ്, അവൻ നാശമടയുക തന്നെ ചെയ്തു. അബൂലഹബിന്റെ ഇരുകരങ്ങളും നാശത്തിലാവട്ടെ. വതബ്ബ, മാത്രമല്ല അവൻ നശിക്കുക തന്നെ ചെയ്തു എന്ന വിശുദ്ധ ഖുർആൻ ഇത്രയും ഉറപ്പിച്ചുകൊണ്ടൊരു കാര്യം പറയാണ്. അതും ഏത് കാലത്താണ്? ഖുർആനിൽ എന്ത് ഇറങ്ങിയാലും അതിനെ കളവാക്കാൻ വേണ്ടി തക്കം പാർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സാഹിത്യ സമ്പുഷ്ടിയിൽ വളരെ വലിയ വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലാണ് ഈ ആയത്ത് അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അബൂലഹബ് നശിക്കട്ടെ, മാത്രമല്ല അവൻ നശിച്ചു എന്നാ പറഞ്ഞത്. ഈ ആയത്തിനെ, ഈ സൂറത്തിനെ കളവാക്കണമെങ്കിൽ അബൂലഹബിന് താൽക്കാലികമായിട്ടൊന്ന് പേരിനെങ്കിലും മുസ്ലിമായാൽ അവൻ ഈ ആയത്ത് കളവാണെന്ന് അവർക്ക് പറയാമായിരുന്നു. പക്ഷെ അതുപോലും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഖുർആനിന്റെ ഒരു അമാനുഷികത എത്രയെന്ന് ഈ ഒരൊറ്റ ആയത്തിലൂടെ തെളിയിക്കാൻ കഴിയും. അപ്പൊ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കൈകളും നാശമടയട്ടെ. വതബ്ബ, അവൻ നാശമടയുക തന്നെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്കുള്ള പ്രബോധന രംഗത്തിറങ്ങിയ അന്നു മുതൽക്കു തന്നെ അവിടത്തെ കഠിന ശത്രുവായി വർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് പിതൃവ്യനായ മൂത്താപ്പയായ അബൂലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയെല്ലാം എതിർക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ, ആ രീതിയിൽ മുഴുവനും അതിനുള്ള തക്കം പാർത്തിരുന്ന ആളാണ് അബൂലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ചെന്ന് അവരോട് തൗഹീദിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇവൻ അത് കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് പറയുമ്പോ അതും കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തന്നെ അബൂലഹബ് നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം അവസാനിച്ചാൽ ഇവൻ പലതും ഇങ്ങനെ ജൽപ്പിക്കാൻ തുടങ്ങും. ഇതാ ഇവൻ തനി കള്ളവാദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പിന്നീട് അവൻ പറയാ, ഇതാ ഇവൻ തനി കള്ളവാദിയാണ് എന്ന് നബിയെ കുറിച്ച് പറയും. ഇവനെ ആരും സ്വീകരിച്ചു പോകരുത് എന്നും പറയും. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂലഹബും തമ്മിൽ അയൽപക്കമായിരുന്നു. എന്നാൽ അയൽപക്ക ബന്ധം അവൻ പാലിച്ചില്ലെന്ന് മാത്രമല്ല, പല മലിന സാധനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൊച്ചു വീട്ടിലേക്ക് വലിച്ചെറിയും. അതുകൊണ്ട് വൃത്തിഹീനമായി, അശുദ്ധമായി, വളരെ പ്രയാസമാക്കിക്കൊണ്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇങ്ങനെ കഴിയുന്ന എല്ലാ മാർഗങ്ങളിൽ കൂടിയും അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഖുറൈശികളുടെ നേതാവായിരുന്നതിനാൽ കൂടുതൽ ഉപദ്രവിക്കാൻ അവന് പല നിലക്കും സാഹചര്യങ്ങൾ ലഭിച്ചു. ഇസ്ലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമെതിരിൽ അബൂലഹബിന്റെ ഇത്രയും കടുത്ത നിലപാട് കാരണം അള്ളാഹു അവന്റെ പേരെടുത്തുകൊണ്ട് തന്നെ അവനെ ആക്ഷേപിച്ചു, ശപിക്കുകയും ചെയ്തു. അവനോട് അള്ളാഹുവിനുള്ള ശക്തിയായ വെറുപ്പും കോപവുമാണ് അത് കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കണ്ടാണല്ലോ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അവന്റെ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ അബൂലഹബിന്റെ അബൂലഹബിന്റെ ശരിക്കുള്ള നാമം അബ്ദുൽ ഉസ്സ എന്നായിരുന്നു. അബ്ദുൽ ഉസ്സ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ എങ്ങനെ അബൂലഹബ് എന്ന് കിട്ടിയത്? അവൻ വലിയൊരു സുന്ദരനായതുകൊണ്ട് അവന് അബൂലഹബ് ജ്വലിക്കുന്ന മുഖമുള്ളവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. തൗഹീദിനെ കുറിച്ച് സഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചപ്പോഴാണ് തബ്ബല്ലക, നിനക്ക് നാശം, നിനക്ക് നാശം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കഠിനമായ പ്രതിഷേധ വേളയിൽ ശപിച്ചുകൊണ്ട് പറയാറുള്ള ഒരു വാക്കാണത് തബ്ബല്ലക. പ്രതിഷേധം ആളിക്കത്തുന്ന സമയത്ത് വളരെ ശപിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് തബ്ബല്ലക, നീ നശിക്കട്ടെ എന്ന്. അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹു അവനെയും ശപിച്ചിരിക്കുകയാണ്. തബ്ബൻ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും നാശത്തിലാവട്ടെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവൻ മുഴുവനും നശിക്കട്ടെ.
അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ സ്വത്തുക്കളും അവൻ സമ്പാദിച്ചു വെച്ചതും അവന് പ്രയോജനപ്പെടുകയില്ല. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ സ്വത്തുക്കളും അവൻ സമ്പാദിച്ചു വെച്ച മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അതൊന്നും അവന് പ്രയോജനപ്പെടുകയില്ല. എത്ര ശക്തമായ നിലക്കാണ്, എത്ര ഉറപ്പായ നിലക്കാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. അവന്റെ ധനം, അവന്റെ മക്കള്, അവന്റെ സ്വാധീനം മുതലായവയൊന്നും ഇഹത്തിലും പരത്തിലും അവന് പ്രയോജനം ചെയ്യുകയില്ലെന്ന് ഇവിടെ വ്യക്തമാക്കി പറയുകയാണ്. ഈ ശാപം ഇഹത്തിൽ വെച്ചു തന്നെ അവൻ അനുഭവിച്ചറിഞ്ഞു. അവന്റെ മകനെ ഷാമിലേക്കുള്ള ഒരു യാത്ര മധ്യേ ഒരു നരി പിടിച്ചു കൊല്ലുകയാണ്. ഇഹലോകത്ത് വെച്ച് തന്നെ അതിന്റെ നാശങ്ങൾ അവനെങ്ങനെ അറിയാണ്. അവന്റെ മകൻ ഷാമിലേക്ക് പോകുന്നതിനിടയിൽ ഒരു നരി പിടിച്ചുകൊണ്ട് അവനെ കൊന്നു. അവനാകട്ടെ പ്രമേഹക്കുരു പോലെയോ വസൂരി പോലെയോ ഉള്ള ഒരു രോഗം പിടിപെറ്റു. അബൂലഹബ് അവസാനം മരിക്കുന്ന രംഗത്ത് അവന് പ്രമേഹക്കുരു പോലത്തെ അല്ലെങ്കിൽ വസൂരി പോലത്തെ ഒരു രോഗം പിടിപെടുകയാണ്. ദുർഗന്ധം ഇങ്ങനെ വമിച്ചിട്ട്, ദുർഗന്ധം കാരണം ആളുകൾ അങ്ങോട്ട് അടുക്കാതെയായി. ശവസംസ്കരണത്തിന് പോലും ആളുകൾ കിട്ടാതെ കൂലിക്കാരെ ഏൽപ്പിക്കുകയാണ്. അത് എടുത്തുകൊണ്ട് മറക്കാൻ വേണ്ടി അവിടെ കുടുംബങ്ങൾ പോലും ഉണ്ടായില്ല. ബദർ കഴിഞ്ഞ് അല്പ ദിവസത്തിനുള്ളിലായിട്ടായിരുന്നു ആ ദുഷ്ടന്റെ അന്ത്യം. ബദറിൽ അവന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പകരം മറ്റൊരാളെ അയക്കുകയാണ് ചെയ്തത്. അതാണ് പറഞ്ഞത് അവന്റെ സ്വത്തുക്കളും അവൻ സമ്പാദിച്ചു വെച്ചതും അവന് പ്രയോജനപ്പെടുകയില്ല. വളരെ വ്യക്തമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പറയാം. ജ്വാലയുള്ള അഗ്നിയിൽ അവൻ പിന്നീട് പ്രവേശിക്കും. അവൻ പിന്നീട് നരകത്തിന്റെ അവകാശിയാണ് എന്ന് വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നു. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. അവന്റെ ഭാര്യയും അതേ ആ വിറക് ചുമക്കുന്നവളായ അവന്റെ ഭാര്യയും അങ്ങനെ തന്നെ. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അവിടെ കഴുത്തിൽ ഈ തപ്പന നാരിനാൽ പിരിച്ച ഒരു കയർ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ കഴുത്തിൽ ഈ തപ്പന നാരുകൊണ്ട് പിരിച്ച ഒരു കയറുണ്ടായിരിക്കുന്നതാണ്. ഇഹത്തിൽ വെച്ച് ലഭിച്ച ശിക്ഷക്ക് പുറമെ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ അബൂലഹബ് കിടന്നിങ്ങനെ എരിയുന്നതാണ്. അവന് തികച്ചും യോജിച്ച സ്ത്രീ തന്നെയായിരുന്നു അവന്റെ ഭാര്യ. അവിടെ നാമം ഉമ്മു ജമീൽ എന്നാണ്. ഉമ്മു ജമീൽ എന്നാണ് ആ പെണ്ണിന്റെ പേര്. അതാരാണ്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ്. ശാപത്തിൽ അബൂലഹബിനോടൊപ്പം അള്ളാഹു അവളെയും പെടുത്തിയിരിക്കുന്നു. വിറക് ചുമട്ടുകാരി എന്ന അർത്ഥത്തിൽ ഹമ്മാലത്തുൽ ഹതബ് എന്ന് അള്ളാഹു തആല വിശേഷിപ്പിച്ചത് അവളെ നിന്ദിച്ചുകൊണ്ടാണ്. ഏഷണിക്കാരനെ കുറിച്ച് വിറകുണ്ടാക്കുന്നവൻ എന്ന് അറബികൾ പറയാറുണ്ട്. വിറകുണ്ടാക്കുന്നവൻ എന്ന് ഏഷണിക്കാരനെ കുറിച്ച് പറയാറുണ്ട്. അതനുസരിച്ച് ഏഷണിക്കാരി എന്ന അർത്ഥത്തിലാണ് ഈ വാക്കിനെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവൾ പല ഏഷണികളും പറയാറുണ്ടായിരുന്നു. അവിടത്തെ ഉപദ്രവിക്കുവാനായി അവൾ മുള്ള് ചുമന്നു കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്ന വഴിയിൽ അത് മണ്ണിൽ പൂഴ്ത്തിവെക്കുകയും ചെയ്തിരുന്നെന്നും അതുകൊണ്ടാണ് വിറക് ചുമക്കുന്നവൾ എന്ന അർത്ഥത്തിൽ അവളെ പ്രയോഗിച്ചിരിക്കുന്നത്. അതാണ് അവളുടെ കഴുത്തിൽ പിരിച്ച കയറുണ്ടെന്ന് പറഞ്ഞത്. വിറക് കെട്ടാനുള്ള കയറ് നരകത്തിൽ വെച്ചുള്ള അവിടെ സ്ഥിതി വിവരിച്ചതാണ് അത് എന്നാകുന്നു പല മഹാന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞത് നരകത്തിലുള്ള അവിടെ അവസ്ഥ വിശദീകരിക്കാനാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. അതായത് കഴുത്തിൽ കയറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ വിറക് ശേഖരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവൾക്ക് അതിന് തികച്ചും അനുയോജ്യമായ ശിക്ഷയായിരിക്കും നരകത്തിൽ ലഭിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത്രയും ചുരുങ്ങിയ രീതിയിൽ ഈ ആയത്തിനെ ഒന്ന് നമ്മൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും നമ്മിൽ നിന്ന് നല്ല അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ദുനിയവിയായ കഷ്ടപ്പാടുകൾ അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. ആഖിറത്തിൽ നല്ല വിജയം അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകട്ടെ. എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകുകയും അല്ലാഹുവിന്റെ ലിഖാഇന് ഭാഗ്യം നൽകുകയും ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.